സമസ്തയിലെ വിഭാഗീയ തർക്കങ്ങളിൽ പരിഹാരം കാണാനായുള്ള സമവായ യോഗത്തിൽ ലീഗ് വിരുദ്ധ പക്ഷം പങ്കെടുക്കില്ല. മുഷാവറ യോഗത്തിന് മുമ്പുള്ള സമവായ ചർച്ച പ്രഹസനമെന്ന് വിലയിരുത്തൽ. പി.കെ. കുഞ്ഞാലിക്കുട്ടി മുൻകൈയെടുത്ത് ഇന്ന് മലപ്പുറത്താണ് ചർച്ച തീരുമാനിച്ചത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേർന്നു. ഷഹീദ്, ഈ യോഗവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കില്ല എന്നാണല്ലോ പറയുന്നത്. മോത്തി, സമസ്തയിൽ ലീഗ് പക്ഷവും ലീഗ് അനുകൂല പക്ഷവും വിരുദ്ധ പക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരസ്യമായ പോര് രൂക്ഷമായ സാഹചര്യത്തിലാണ് ലീഗ് നേതൃത്വം, പ്രത്യേകിച്ചും പി.കെ. കുഞ്ഞാലിക്കുട്ടി മുൻകൈയെടുത്ത് ഇത്തരമൊരു അനുരഞ്ജന ചർച്ച വിളിച്ചത്. ഇന്ന് മലപ്പുറത്ത് വൈകിട്ടായിരുന്നു ഈ ചർച്ച നടക്കേണ്ടിയിരുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് വിരുദ്ധ പക്ഷത്തിന്റെ തീരുമാനം. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പ്രാഥമികമായും ഇത് സമസ്തയ്ക്കകത്തുള്ള രണ്ട് വിഭാഗങ്ങൾ, ലീഗ് അനുകൂല പക്ഷവും ലീഗ് വിരുദ്ധ പക്ഷവും എന്ന സമസ്തയ്ക്കകത്തുള്ള ഒരു പ്രാഥമികമായും പരിഹരിക്കേണ്ടത് സമസ്ത നേതൃത്വമാണ്. ഈ 11-ന് സമസ്ത മുഷാവറ യോഗം കോഴിക്കോട് നടക്കാനിരിക്കുകയാണ്. ആ യോഗത്തിലൊക്കെ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനു മുമ്പ് ഇത്തരമൊരു അനുരഞ്ജന ചർച്ച വിളിക്കേണ്ടതിന്റെ സാങ്കത്യം അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി മുസ്ലിം ലീഗ് എന്നുള്ളൊരു സമുദായ സംഘടന എന്ന നിലയിൽ ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നു എന്ന നിലപാടാണെങ്കിൽ സമസ്ത ലീഗ് നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തർക്കത്തിന്റെ പ്രധാനമായ ആധാരമായിരുന്നത് CIC വാഫി വഫിയ വിഷയമായിരുന്നു. പക്ഷേ ലീഗ് നേതൃത്വം വ്യാപകമായി ഏകപക്ഷീയമായി ഈ CIC വാഫി വഫിയ പോസ്റ്ററുകൾ ഷെയർ ചെയ്ത് ഈ ലീഗ് വിരുദ്ധ പക്ഷത്തെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലേക്ക് ലീഗ് നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾ തന്നെ വ്യാപകമായി ബോധപൂർവമായ ഒരു നീക്കമുണ്ടായി. ഇങ്ങനെ ഏകപക്ഷീയമായി ഈ ലീഗ് അനുകൂല പക്ഷത്ത്, അതായത് വഫി വഫിയ CIC പക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് ലീഗ് നേതൃത്വത്തിന് എങ്ങനെയാണ് ഇത്തരമൊരു അനുരഞ്ജന ചർച്ച നടത്താൻ കഴിയുക? ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. പക്ഷേ ലീഗ് അനുകൂല പക്ഷം, സമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി ഉൾപ്പെടെയുള്ള ഈ പക്ഷം ഇപ്പോൾ കടുത്ത നിലപാടുമായി നിൽക്കുകയാണ്. അതായത് ഇത്തരമൊരു സമസ്തയ്ക്കകത്തുള്ള ഭിന്നത പരിഹരിക്കാൻ ഒരു ചർച്ച വിളിച്ചിട്ട് അതിൽ പോലും പങ്കെടുക്കാൻ ലീഗ് വിരുദ്ധ പക്ഷം തയ്യാറാകുന്നില്ല. അത് അവരുടെ ധിക്കാരപരമായ നിലപാടാണ് എന്നൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. ആ പ്രചരണം അവർ നടത്തും. ഏതായാലും തങ്ങൾ ആ മീറ്റിംഗിൽ എത്തുമെന്ന് ഇപ്പോൾ ലീഗ് അനുകൂല പക്ഷം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് വിരുദ്ധ പക്ഷം പങ്കെടുക്കാത്ത പക്ഷം ആ ചർച്ച എത്രത്തോളം വിജയകരമാകുമെന്ന് കണ്ടറിയേണ്ടതാണ്.